കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധാരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നു. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവം, വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. ചെവിയുള്ളവർ കേൾക്കട്ടെ, ചെവിയുള്ളവർ കേട്ട് അനുസരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനുള്ള ചെവി വളരെ പ്രാധാന്യമാണ്. ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ പറഞ്ഞ, അവൻ എൻ്റെ ചെവികളെ തുളച്ചു. ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവികൾ തുറക്കപ്പെടണം. ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. കൊർന്നല്യോസിന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു. ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ ഉളവാകും. ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നതനുസരിച്ച് നമ്മുടെ കേൾവി ശക്തി വർദ്ധിക്കുകയാണ്. ദൈവശബ്ദം കേൾക്കുവാനുള്ള കേൾവി ശക്തി വർദ്ധിക്കുന്നത് വചനത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോഴാണ്. നിങ്ങൾ ദൈവവചനം ഗ്രഹിക്കുന്നതിൽ ശിശുക്കളാകരുത് എന്ന് വിശുദ്ധനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നു. ദൈവവചനം ഗ്രഹിക്കുന്നതിൽ ശിശുക്കളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളാകുകയും. ദൈവവചനം കേൾക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, പരിശുദ്ധാത്മാവേ എൻ്റെ ചെവികളെ തുറക്കണം. വിശ്വാസത്തിന്റെ വചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അതേ ആത്മാവിനാൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവനും ചൈതന്യവും പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാം വാക്യം മുതൽ താഴേക്ക്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. 2 കാര്യം അവിടെ പറയുന്നു: പ്രാർത്ഥനയും പാട്ടും, പ്രാർത്ഥനയും ആരാധനയും. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രാർത്ഥനയും ആരാധന, അതുപോലെ തന്നെ ദൈവ വചന ധ്യാനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ആര് പ്രാർത്ഥിക്കണം എന്ന് അവിടെ ഒരു സൂചന തരുന്നത്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൽ ആത്മീയ തലത്തിൽ വ്യത്യസ്തമായ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതിന് നേരിടുന്നതായിട്ടുള്ള പല കഷ്ടങ്ങളും ജീവിതത്തിൽ എന്ത് ചെയ്യും, ഉണ്ടാകും. അതുപോലെ തന്നെ ശാരീരികമായ ചില രോഗാവസ്ഥകളുടെ കഷ്ടം എന്ത് ചെയ്യും, ഉണ്ടാകാം. ഭൗമികമായ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, ഉണ്ടാകാം. അങ്ങനെ ഏതൊരു വിധത്തിലുള്ള കഷ്ടവും ജീവിതത്തിൽ വന്നാലും അവർക്കുള്ള പരിഹാര മാർഗം പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തുന്നത്, അങ്ങനെ ജീവിതം കടന്നു പോകുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യട്ടെ, പ്രാർത്ഥിക്കട്ടെ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. 2-ാമത്തെ കാര്യം, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ. ഇത് രണ്ടും, ഈ 2 കാര്യങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകൾ എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ഉണ്ടാവും. എല്ലായ്പ്പോഴും എല്ലാവരുടെയും ജീവിതം കഷ്ടപ്പാടുകളല്ല, എല്ലായ്പ്പോഴും എല്ലാവരുടെ ജീവിതം സുഖജീവിതവുമല്ല. ഇത് രണ്ടും ഒരു വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ ഏറ്റക്കുറച്ചുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളും 2 കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. 1 പ്രാർത്ഥന, 2 പാട്ടോടുകൂടിയ ആരാധന. ഇതാണ് അതിനകത്തുള്ള സൊല്യൂഷൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ആരാധനയും ദൈവവചന ധ്യാനവും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ നിന്ന് വ്യതിചലനം എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പെറുപിറുക്കാൻ പാടില്ല, പരാതികൾ പറയാൻ പാടില്ല, പഴിക്കാൻ പാടില്ല, ദുഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടം അനുഭവിച്ച ഭക്തന്മാര് അവരുടെ ദീർഘക്ഷമയെ ദൃഷ്ടാന്തമായി കണ്ടുകൊണ്ട്, അവരെ മാതൃകയാക്കിക്കൊണ്ട്
ദൈവത്തിന്റെ മക്കൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. മറ്റു ചിലർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യട്ടെ? ആരാധിക്കട്ടെ. പ്രാർത്ഥനയും ആരാധനയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടായിരിക്കും. കഷ്ടതകൾ ജീവിതത്തിൽ ഇല്ലാത്തവർ ഇല്ല. എന്നാൽ മറുവശത്തിൽ ദൈവം നൽകുന്ന ദൈവിക സന്തോഷം അനുഭവിക്കാത്ത വിശ്വാസികളുമില്ല. അപ്പോൾ ആരാധനയും പ്രാർത്ഥനകളും എല്ലായ്പ്പോഴും മന്ദിരത്തിൽ ഉണ്ടാകണം, ആലയത്തിൽ ഉണ്ടാകണം. ദൈവം നമ്മെ അതിനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ സുഖം അനുഭവിക്കുന്നവരുണ്ട്, ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. ഇവിടെ പറയുന്നു ദീനത്തിൽ ആയിരിക്കുന്നവർ. ദീനം, രോഗം പിടിച്ച് കിടക്കുന്നവരെ കുറിച്ചും പറയുന്നു. സുഖം അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ, ദീനം പിടിച്ച് കിടക്കുന്നവർ. അപ്പോൾ ദൈവസഭ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സഭയിൽ ദീനം പിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന സഭ, ആരാധിക്കുന്ന സഭ, ആ സഭയിലെ ദൈവിക അഭിഷിക്തന്മാരായി ദൈവത്തിന്റെ ശുശ്രൂഷകളിൽ മൂപ്പന്മാരായിരിക്കുന്നവർ ദീനം പിടിച്ച് കിടക്കുന്നവരുടെ അടുക്കൽ എന്ത് ചെയ്യട്ടെ? കടന്നു പോകട്ടെ. അവർ എന്ത് ചെയ്യട്ടെ? അവന് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇവിടെ അക്ഷരികമായിട്ടുള്ള എണ്ണയെക്കുറിച്ചും എന്നാൽ അതിനപ്പുറത്തേക്ക് ആത്മീയമായ എണ്ണയെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? പറയുന്നു. അക്ഷരികമായി എണ്ണ പൂശുന്നു എന്നുള്ളതിനപ്പുറത്ത് ഗിലെയാദിലെ നല്ല വൈദ്യനായ നമ്മുടെ കർത്താവ്, ഗിലെയാദിലെ നല്ല വൈദ്യനായ കർത്താവിന്റെ എണ്ണ അഭിഷേകം മൂപ്പന്മാർ എന്ത് ചെയ്തിരിക്കണം? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവർ അതിനെ രോഗികളുടെ മേൽ എന്ത് ചെയ്യണം? പകരണം. ആത്മാവിൽ പ്രാർത്ഥിച്ചും ആത്മാവിൽ ആരാധിച്ചും ആത്മാവിൽ മധ്യസ്ഥത ചെയ്തും രോഗികൾക്ക് വേണ്ടി എണ്ണ പൂശിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന കാര്യം തൊട്ടടുത്തവിടെ പറയുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് തൊട്ടുമുകളിൽ വായിച്ചു. നിങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? ദൈവത്തെ പാടി സ്തോത്രം ചെയ്യട്ടെ. ദീനമായി കിടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യുവിൻ? കൂടുവിൻ. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുവിൻ? പ്രാർത്ഥിപ്പിൻ. അതാണ് അവിടെ വായിക്കുന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പിലും എന്ത് സംഭവിച്ചിരുന്നു? പ്രാർത്ഥനയുടെ ഒരുക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദീനമായി കിടക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ കാണുമ്പോഴുള്ള പെട്ടെന്നുള്ള പ്രാർത്ഥനയല്ല, അതിനു മുമ്പും അവരെന്ത് ചെയ്തു? ദൈവത്തെ പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒരുക്കമുള്ളവരായിരുന്നു. അവരിൽ എണ്ണ അഭിഷേകം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തു? ദീനമായി കിടക്കുന്നവന്റെ അടുക്കൽ എന്ത് ചെയ്യുന്നു? വരികയും എണ്ണ പൂശി അവന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഒന്നാമത്തെ കാര്യം എന്താണ്? രക്ഷിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ദൈവികമായ രോഗശാന്തി ശുശ്രൂഷയിൽ ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? അവനെ ദൈവം എന്ത് ചെയ്യും? രക്ഷിക്കും. അവന്റെ ആത്മാവിനെ ദൈവം രക്ഷിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ആരാധിക്കുന്ന ദൈവമക്കൾ, അഭിഷേകമുള്ള ദൈവത്തിന്റെ മക്കൾ രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് ആത്മരക്ഷയാണ്. ആത്മരക്ഷ. അതാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥന. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവന്റെ ആത്മാവിന്റെ രക്ഷയാണ്. ലോകത്തിലുള്ള ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്ന മരുന്നുകളും ഒരു മനുഷ്യന്റെ ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? രക്ഷിക്കാൻ സാധ്യമല്ല. ദൈവവചനം ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ ആത്മാവിന് മരണം ഇല്ല എന്നുള്ളത്. ഒന്നുകിൽ അവൻ നിത്യസ്വർഗത്തിലും അല്ലാത്ത പക്ഷം
അവന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദീനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ആ വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ നിത്യമായ നരകത്തിൽ അകപ്പെട്ടു പോകാതെ അവൻ നിത്യജീവനിലേക്ക് കടക്കപ്പെടേണ്ടുന്നതിന് അവന് വേണ്ടി മധ്യസ്ഥത ചെയ്ത് ആത്മനിറവിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവനെ എന്ത് ചെയ്യും? രക്ഷിക്കും. പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കും. ലൗകികമായ ലോക ഇൻപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ജഡത്തിന്റെ മോഹങ്ങളിൽ നിന്ന് രക്ഷിക്കും. പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ സകലവിധമായ ദോഷങ്ങളിൽ നിന്നും കർത്താവ് എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ രക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവന്റെ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഒന്നാമത് രക്ഷിക്കുന്നു. വളരെ പ്രാധാന്യമുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷ കൊടുക്കേണ്ടുന്നതിന് നമ്മൾ വ്യക്തമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവന് ലഭിക്കുന്ന രോഗസൗഖ്യം കൊണ്ട് അവന് നിത്യസ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആത്മരക്ഷ ലഭിക്കേണ്ടുന്നതിന് വേണ്ടി ചില ശിക്ഷണങ്ങളുടെ ഭാഗം കൂടിയാണ് ശാരീരികമായിട്ടുണ്ടാകുന്ന ചില രോഗങ്ങൾ എന്നുള്ള കാര്യവും ഈ വചനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാനുണ്ട്. മാത്രമല്ല, ഒരു സഭയിൽ ദീനം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം ഉണ്ടാകണമെങ്കിൽ സഭയിലെ നിരന്തരമായ പ്രാർത്ഥന വളരെ പ്രാധാന്യമാണ്. സഭയിൽ നിരന്തരമായുള്ള ആരാധന വളരെ പ്രാധാന്യമാണ്. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ ദൈവസന്നിധിയിൽ നിരന്തരമായിട്ട് എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവർ നിരന്തരമായി ദൈവത്തെ എന്ത് ചെയ്യട്ടെ? പാട്ടുപാടി ആരാധിക്കട്ടെ. അവർ അന്യോന്യം എന്ത് ചെയ്യാൻ പാടില്ല? പഴി ചാരാനോ കുറ്റപ്പെടുത്താനോ ദൈവത്തോട് ചോദ്യം ചെയ്യാനോ പാടില്ല. അപ്പോൾ ഒരു സഭയിൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ടാകും, സന്തോഷം അനുഭവിക്കുന്നവരും ഉണ്ടാകും. സന്തോഷം അനുഭവിക്കുന്നവർ മറ്റുള്ളവരെ കുറിച്ച് ഇത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ശിക്ഷയാണെന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. നിനക്ക് സന്തോഷമാണ് അനുഭവിക്കാൻ ആ സമയത്തിൽ നിനക്ക് സാധിച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തെ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരാധിച്ചുകൊണ്ടിരിക്കുക. മുമ്പിലൊരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? ദീനമായി കിടക്കുന്നവർ, അവർക്ക് ദൈവസഭയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വരാൻ കഴിയുന്നില്ല. ഇവിടെ ആത്മീയമായ ദീനമുണ്ട്, ഭൗമികമായ ദീനമുണ്ട്. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 30 വാക്യം കർത്താവിന്റെ മേശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതു ഹേതുവായി, ഇവിടെ കർത്താവിന്റെ മേശ സ്വീകരിക്കുന്ന, കർത്തൃമേശ സ്വീകരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. 3 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ബലഹീനരാകുന്നു, രോഗികളാകുന്നു, നിദ്ര കൊള്ളുന്നു. നമ്മളിത് ചിന്തിക്കാൻ കാരണം, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ, ഈ ദീനമായി കിടക്കുന്നവർക്ക് ദൈവസഭയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വരാനായിട്ട് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ശാരീരികമായി ദീനമുള്ളവർക്കും ദൈവസഭയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വരാൻ കഴിയില്ല. ആത്മീയത്തിൽ ദീനം പിടിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവസന്നിധിയിലോട്ട് വരാൻ കഴിയത്തില്ല. അപ്പോൾ ശാരീരികമായി ദീനമുള്ളവർക്ക് എന്തുണ്ടാകണം? സൗഖ്യമുണ്ടാകണം. ആത്മീയമായി ദീനമുള്ളവർക്കും എന്ത് ചെയ്യണം? സൗഖ്യമുണ്ടാകണം. ഇത് നിമിത്തം നിങ്ങൾ പലരും ബലഹീനരായി തീരും എന്ന് പറയുന്നത് പാപത്തിന് ബലഹീനരായി തീരും. കർത്താവിന്റെ മേശയിൽ വരുമ്പോൾ പാപം ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചിട്ട് വേണം കർത്താവിന്റെ മേശയിൽ എന്ത് ചെയ്യാൻ? വരാൻ. ഉപേക്ഷിക്കാതെയാണ് കർത്താവിന്റെ മേശയിൽ വരുന്നതെങ്കിൽ ആ ചെയ്യുന്ന പാപം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ബലഹീനതയായി മാറും. അവൻ അത് വീണ്ടും ആവർത്തിച്ചെന്ത് ചെയ്യും? അത് ചെയ്യും. ഈ ആവർത്തിച്ച് ചെയ്യുന്ന ബലഹീനത രണ്ടാമത്തെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ആ ബലഹീനത നിങ്ങൾക്ക് എന്തുണ്ടാക്കും? രോഗം. നിങ്ങളിൽ പലരും ബലഹീനരും, രണ്ടാമത് പറയുന്ന എന്താണ്? രോഗികൾ.
നേരത്തെ നമ്മൾ യാക്കോബിൽ വായിച്ചെന്നാണ് നിങ്ങളിൽ ദീനം പിടിച്ചു കിടക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യം രോഗം എന്ന് പറയുന്ന എന്താണ്? പാപരോഗമാണ്. ഈ പാപരോഗത്തെയാണ് കർത്താവ് വഹിച്ചുകൊണ്ട് ക്രൂസിന്മേൽ കയറി അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക എന്ത് ചെയ്തിരിക്കുന്നു? വച്ചേച്ചു പോയിരിക്കുന്നു. നമ്മൾ ബലഹീനരാണെങ്കിൽ അതിലൂടെ നടക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. പാപരോഗത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ നടക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ആത്മീയമായ നിദ്ര പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം, പാപമെന്ന ബലഹീനത എന്ത് ചെയ്യണം? മാറണം. പാപത്താലുള്ള രോഗം എന്ത് ചെയ്യണം? സൗഖ്യമാകണം. ആത്മീയ മരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മാറ്റപ്പെടണം. അപ്പോൾ ബലഹീനതയിൽ നിന്ന്, ആത്മീയ രോഗത്തിൽ നിന്ന്, ആത്മീയ മരണത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് എന്തുണ്ടാവണം? വിടുതലുണ്ടാകണം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ ശത്രുവായ പിശാച് ഒരു വ്യക്തിയെ പാപത്തിന്റെ ബലഹീനതയിലേക്കും പാപരോഗത്തിലേക്കും ആത്മീയ മരണത്തിലേക്കും എന്ത് ചെയ്യുന്നു? തള്ളിയിടും. എന്നാൽ ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഇപ്രകാരം ശാരീരികമായി ദീനം പിടിച്ച ഒരു വ്യക്തിയായാലും ആത്മീയ തലത്തിൽ ദീനം പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും ആത്മനിറവിൽ പ്രാർത്ഥനയോടെ, ആരാധനയോടെ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വ്യക്തിയെ രക്ഷിക്കുന്നു. ആമേൻ. രണ്ടാമത് കർത്താവ് ആ വ്യക്തിയെ ആ ദീനാവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിക്കും. അത് ആത്മീയത്തിലും അവൻ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. ഫിസിക്കലി ഉള്ള ശാരീരികമായ രോഗത്തിൽ നിന്നും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ രോഗസൗഖ്യത്തിനകത്ത് എന്തും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പാപം എന്തിലേക്കാണ് ആ വ്യക്തിയെ കൊണ്ടെത്തിച്ചത്? ആത്മീയ ദീനത്തിലേക്ക്. ആത്മീയ ദീനം ഫിസിക്കലി ഉള്ള ദീനവും എന്ത് ചെയ്തു? ഉണ്ടാകും. എല്ലാ രോഗങ്ങളും പാപം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന രോഗങ്ങളല്ല. രോഗസൗഖ്യത്തെ കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കുമ്പോൾ എല്ലാ രോഗങ്ങളും പാപം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ല. അല്ലാത്ത പലവിധമായ രോഗങ്ങളും ഉണ്ട്. പലവിധമായ പകർച്ചവ്യാധികൾ ഉണ്ട്. പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ട്. ശുചിത്വക്കുറവുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ട്. നമ്മുടെ അശ്രദ്ധകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. പാപം നിമിത്തം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. അപ്പൊ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ മറുവശത്തിൽ പിശാച് നമ്മെ തകർക്കുവാനുള്ള പദ്ധതി എന്ത് ചെയ്യും? അവൻ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവമകൻ, ദൈവമകൾ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും എല്ലായ്പ്പോഴും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവവചനം ധ്യാനിക്കുന്നവരുമാണെങ്കിൽ ഈ ദീനങ്ങൾ വ്യക്തിപരമായി ഓരോ വ്യക്തി ജീവിതത്തിനും മറ്റുള്ളവർക്കും വിടുതലിന് കാരണമായി തീരും. ഒരു സഭ ആത്മീയ തലത്തിലും ശാരീരികമായിട്ടുള്ള വിഷയങ്ങളിലും സഭയും സഭയിലെ വിശ്വാസികളും സൗഖ്യമുള്ളവരായി മുന്നിലോട്ട് പോകണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സഫലമായി തീരണമെങ്കിൽ ദൈവസഭയ്ക്ക് ആരാധനയുടെ ഒരുക്കമുണ്ടായിരിക്കണം, പ്രാർത്ഥനയുടെ ഒരുക്കമുണ്ടായിരിക്കണം. ഒരുമിച്ചുകൂടി ആത്മനിറവിൽ മറ്റ് വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള താല്പര്യം എന്ത് ചെയ്യണം? ഉണ്ടാവണം. ആ താല്പര്യത്തിലൂടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവിടുത്തെ മാനദണ്ഡം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ആരിൽ വിശ്വസിക്കുന്നു? നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരന്റെ ആത്മാവിനെ ഒന്നാമത് രക്ഷിക്കുന്നു. രണ്ടാമത് അവനായിരിക്കുന്ന കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അവൻ ചെയ്ത പാപത്തെ കർത്താവ് ക്ഷമിച്ചു കൊടുക്കുന്നു. ഒരു ദൈവിക രോഗസൗഖ്യത്തിൽ പാപക്ഷമ കൂടി ഉണ്ട്. ഗ്ലോറി ടു ഗോഡ്. പാപക്ഷമ ദൈവിക രോഗ സൗഖ്യത്തിൽ ലഭിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ദൈവിക രോഗശാന്തി ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കും. ആത്മരക്ഷയുണ്ടാകും, ശാരീരികമായ സൗഖ്യമുണ്ടാകുന്നു,
പാപക്ഷമയുണ്ടാകുന്നു. അവൻ സ്വതന്ത്രമാവുകയാണ്. അവനെ പിശാചിന് പിന്നെ അടിമപ്പെടുത്താതെ വണ്ണം അവനെ കർത്താവ് എന്ത് ചെയ്യുന്നു? രക്ഷിക്കുകയാണ്. ഈ സൗഖ്യമാണ് ദൈവസഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയത്. ഇന്ന് കേവലം ചില ശാരീരികമായ രോഗാവസ്ഥകൾക്കൊരു വിടുതൽ കിട്ടുമ്പോൾ അവർക്ക് ആത്മരക്ഷയെക്കുറിച്ചോ പാപമോചനത്തിനെ കുറിച്ചോ അവർക്ക് വലിയ കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് കിട്ടിയ സൗഖ്യം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? വലിയ സന്തോഷത്തോടെ പോകുന്നു. എന്നാൽ ആത്മരക്ഷ വളരെ പ്രധാനമാണ്, പാപമോചനം വളരെ പ്രധാനമാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. 16-ാം വാക്യത്തിൽ, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തി ജീവിതങ്ങളെ മുൻപിൽ പറഞ്ഞു. ആരാണ്? നിങ്ങളിൽ മൂപ്പന്മാരായിരിക്കണം. ഹല്ലേലൂയ. ഒരു സഭയിൽ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നവർ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് പരസ്പരം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പരസ്പരം എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഒരുവൻ മറ്റവന് വേണ്ടിയും മറ്റവൻ ആദ്യത്തെ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ? രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ. എന്നിട്ട് ഇവിടെ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. തന്നെത്താനെ നീതിമാൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഇവിടെ പറയുന്നത് രണ്ടുപേർ കുറ്റം, തെറ്റുകൾ, കുറവുകൾ പരസ്പരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ശുദ്ധ ഹൃദയത്തോടുകൂടി മറ്റേ വ്യക്തിയോട് പാപക്ഷമ ചോദിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? അറിയും. പിന്നെ വചനം ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് കള്ളക്ഷമയാണ് ചോദിക്കുന്നതെങ്കിലും ആർക്കറിയാം? ദൈവത്തിന് അറിയാം. വചനം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥത ഇല്ലാതെ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ആത്മാർത്ഥത ഇല്ലാതെ പ്രാർത്ഥിച്ചതും ദൈവം കേൾക്കുന്നുണ്ട്, ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നതും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് വ്യക്തികളെയും ദൈവം നീതീകരിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. എന്നാൽ ഒരു വ്യക്തിയാണ് ദൈവം അവിടെ അനുഗ്രഹിക്കുന്നത് എങ്കിൽ ഇവിടെ പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം ആ വ്യക്തി എന്ത് ചെയ്തു? നീതീകരിച്ചു. അങ്ങനെ നീതീകരണം ലഭിച്ചവൻ, ദൈവം അവനെ നീതീകരിച്ചത് എങ്ങനെയാണ്? കുറവുകൾ ഏറ്റുപറഞ്ഞ് നീ എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷമാപണം പരസ്പരം മേടിച്ചതിന് ശേഷം ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയോട് എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുകയും ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനെ നീതീകരിക്കും. ആ നീതീകരിച്ചവന്റെ പ്രാർത്ഥന ദീനം പിടിച്ച് കിടക്കുന്നവൻ എന്ത് ചെയ്യും? സൗഖ്യമാക്കുവാൻ കാരണമാകും. ചുമ്മാതെ ഓടി കയറി ചെന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. പലപ്പോഴും പല ദീനങ്ങളും സൗഖ്യമാക്കാത്തതിന്റെ കാരണം എന്താണ്? പരസ്പരം ഇവിടെ സഭയിലായിരിക്കുന്ന വിശ്വാസികൾ പരസ്പരം കുറ്റങ്ങൾ, തെറ്റുകൾ, കുറവുകൾ ഏറ്റുപറഞ്ഞ് അന്യോന്യം ക്ഷമ ചോദിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു പൈശാചിക ശക്തിക്കും ഒരു വ്യക്തി ജീവിതത്തെയും ബന്ധിച്ച് രോഗത്തിൽ കെട്ടിവെക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ചുമ്മാതങ്ങ് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യത്തില്ല? സൗഖ്യമാകത്തില്ല. ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനമായ ഒരു കാര്യം മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ വരാം. അതിന്റെ 14-ാം വാക്യം, അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് രോഗികളെ കണ്ടിട്ട് കർത്താവിൽ രോഗസൗഖ്യത്തിന്റെ ആ ശക്തി ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ രോഗികളെ കണ്ട ഉടനെ കർത്താവ് സൗഖ്യമാക്കുകയല്ല ചെയ്തത്. രോഗികളെ കണ്ട് കർത്താവ് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. ഇന്ന് ഒത്തിരി ആൾക്കാർക്ക് രോഗസൗഖ്യത്തിന്റെ കൃപകളും കൃപാവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ഈ മനസ്സലിവ് എന്നുള്ള കാര്യം ഇല്ലാത്തിടത്തോളം ഈ കൃപാവരം എന്ത് ചെയ്യത്തില്ല? ജ്വലിക്കത്തില്ല. അപ്പോൾ നീതീകരണം പ്രാപിച്ച വ്യക്തിയായിരുന്നാലും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗിയോട്
ഒരു സിമ്പതിയും ഒരു എമ്പതിയും എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആ രോഗിയെ കണ്ട് എന്ത് ചെയ്യണം? മനസ്സലിയണം. ആ രോഗം പിടിച്ചിരിക്കുന്ന വ്യക്തിയുടെ രോഗം ആരുടെ രോഗമാണ്? എൻ്റെ രോഗം. ആ രോഗത്തെ ഞാനും കൂടെ എന്ത് ചെയ്യുന്നു? അതിന്റെ പെയിൻ എന്ത് ചെയ്യുന്നു? എടുക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയോട് എന്തുണ്ടാവും? മനസ്സലി ഉണ്ടാവും. അങ്ങനെ കർത്താവും രോഗിയെ സൗഖ്യമാക്കുവാനുള്ള ശക്തി കർത്താവിന് ഉള്ളപ്പോൾ തന്നെ കർത്താവ് രോഗികളെ കണ്ടപ്പോൾ എന്ത് ചെയ്തിരുന്നു? മനസ്സലിഞ്ഞിരുന്നു. ആ മനസ്സലിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ മനസ്സലിവ് പ്രാർത്ഥനയിൽ വളരെ പ്രാധാന്യമുള്ളത്. വിശ്വാസം വളരെ പ്രാധാന്യമുള്ളതുപോലെ തന്നെയാണ് മനസ്സലിവ് വളരെ പ്രാധാന്യമാണ്. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അവിടെ 17-ാം വാക്യത്തിൽ വരുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഒത്തിരി ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏലിയാവും ഞാനും ഒരേ സ്വഭാവം ഉള്ളവനാണ്, അതുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടെങ്കിൽ, എനിക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം എന്ത് ചെയ്യും? കേൾക്കും. അതങ്ങനെയല്ല. ഏലിയാവ് നമ്മെപ്പോലെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നുവെങ്കിലും അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൽ പൂർണ്ണ അനുസരണമുള്ളവനായിരുന്നു. പാപത്തോട് വേർപെട്ട് ജീവിക്കുന്നതിൽ അവൻ പൂർണ്ണ ശ്രദ്ധ എന്ത് ചെയ്തിരുന്നു? ചെലുത്തിയിരുന്നു. യാതൊരു വിധമായ പൈശാചികമായ പ്രവൃത്തികളിലേക്കും അവൻ എന്ത് ചെയ്തില്ല, അവന്റെ ജീവിതത്തെ അനുവദിച്ചിരുന്നില്ല. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അതിവിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? ജീവിച്ചു. അതുകൊണ്ട് നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കും ഏലിയാവിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനും, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരുന്നുവെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ആവശ്യത്തിനനുസരിച്ച് ദൈവാലോചന പ്രകാരമാണ് എന്ത് ചെയ്തത്? ആ കാര്യങ്ങൾ ചെയ്തത്. കാരണം ദൈവത്തിന് വിരോധമായ വിഗ്രഹാരാധനയിലേക്ക് ജനം പോകുമ്പോൾ ദൈവം ആകാശത്തെ അടയ്ക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വചനമുണ്ട്. ഭൂമിയെ ദൈവം ചെമ്പ് പോലെ ആക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വചനമുണ്ട്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏലിയാവ് എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്തു? കേട്ടു. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയ പ്രാർത്ഥന, ദീനമായി കിടക്കുന്ന വ്യക്തിക്ക് ആത്മരക്ഷ ഉണ്ടാകണം, രോഗസൗഖ്യം ഉണ്ടാകണം, പാപക്ഷമ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അവന്റെ പാപം ചെയ്യാനുള്ള ബലഹീനത എന്ത് ചെയ്യണം? മാറണം. പാപരോഗം എന്ത് ചെയ്യണം? മാറണം. ആത്മീയ മരണത്തിൽ നിന്ന് ആത്മീയ ജീവനിലേക്ക് അവൻ എന്ത് ചെയ്യണം? വരണം. രണ്ടാം മരണം അവനെ തൊടാതെ വണ്ണം അവനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ സഭയിലെ വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥനയിലും ആരാധനയിലും ആത്മാവിന്റെ ഐക്യതയിലും കുറ്റങ്ങൾ അന്യോന്യം ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ച് വിശ്വാസത്തോടുകൂടിയും ആത്മനിറവോടുകൂടിയും പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുടെ പകർച്ച ദീനമായി കിടക്കുന്നവരുടെ മേൽ പകരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെങ്കിലും ഏലിയാവ് നമ്മേക്കാൾ വ്യത്യസ്തനായി ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കും അപ്രകാരം ദൈവസന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകും, അവരുടെ ആത്മാവിന്റെ രക്ഷയുണ്ടാകും, അവരുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു കൊടുക്കും. ഇത്ര ആരോഗ്യപരമായ ഒരു അനുഭവത്തിലേക്ക് ആ സഭ വളർന്നു വരും. ഹല്ലേലൂയ. അടിസ്ഥാന കാര്യങ്ങൾ എന്തായിരുന്നു? പ്രാർത്ഥനയും ആരാധനയും ദൈവവചന ധ്യാനവും. ഹല്ലേലൂയ. ഒരു സഭയിൽ ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലിക അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദൈവിക ഉപദേശങ്ങളിൽ വിധേയപ്പെട്ടുകൊണ്ട് വ്യക്തിജീവിതങ്ങൾ ഒത്തൊരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവർ ദൈവം കൊടുക്കുന്ന വിടുതലുകൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്ത് വിടുതലാണ്? ആത്മാവിന്റെ രക്ഷ എന്ന വിടുതൽ, ശാരീരികമായി ഉണ്ടാകുന്ന രോഗത്തിന്റെ വിടുതൽ, പാപരോഗത്തിന്റെ വിടുതൽ, പാപക്ഷമ കൊടുക്കുന്ന വിടുതൽ. അവരെ കർത്താവ് എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിക്കുന്നു. അതിലൂടെ ദൈവസഭയ്ക്ക് സന്തോഷിക്കുവാനും വീണ്ടും ദൈവത്തെ ആരാധിപ്പാനും ദൈവം ഇടയാക്കും. അപ്പോൾ പാപക്ഷമ എന്നുള്ളതും രോഗശാന്തി എന്നുള്ളതും ദൈവവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ.
107 സങ്കീർത്തനത്തിൽ നമുക്ക് വരാം. 107 സങ്കീർത്തനം അതിന്റെ 20 വാക്യം. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? വിടുവിച്ചു. ഇവിടെ 2 ഭാഗമായിട്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. ഒന്നാം ഭാഗം എന്താണ്? അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. 2ാം ഭാഗത്തിൽ അവർക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അവർ രക്ഷ പ്രാപിച്ചത് എവിടെ നിന്നാണ്? അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താണ്? മരണകരമായ അനുഭവം ഉണ്ടായാൽ കുഴിയിലേക്ക് എന്ത് ചെയ്യും? പോവും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയുള്ള കുഴിയും, ആത്മീയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ അനുവദിക്കാത്ത പാപക്കുഴിയിലും മനുഷ്യൻ എന്ത് ചെയ്യും? അകപ്പെടും. അവൻ എങ്ങനെ വിളിച്ചാലും അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. അതവനെ അന്തിമമായിട്ട് എന്ത് ചെയ്യുന്നു? നിത്യമായ നരകക്കുഴിയിലേക്ക് എന്ത് ചെയ്യും? പോവും. അപ്പോൾ ഭൗമികമായ രോഗം മരണക്കുഴിയിലേക്കും ആത്മീയമായ രോഗം നരകക്കുഴിയിലേക്ക് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് എന്നെ എന്ത് ചെയ്തു? രക്ഷിച്ചു എന്ന് പറയും. അപ്പോൾ വചനം ദൈവം അയക്കുമ്പോൾ, വചനം അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇടത്തേക്ക് ദൈവം വചനം അയക്കുമോ? വചനം ദൈവസഭയിലാണ്. വചനത്തിൽ അത് പറയുന്നുണ്ട്. ആത്മാവ് ദൈവസഭയോട് സംസാരിക്കും, ദൈവസഭയിലൂടെ സംസാരിക്കും, അപ്പോസ്തലിക അധികാരങ്ങളിലൂടെ സംസാരിക്കും, പ്രവാചക ശുശ്രൂഷകളിലൂടെ സംസാരിക്കും, സുവിശേഷത്തിന്റെ മാഹാത്മ്യത്തിലൂടെ ദൈവസഭയിൽ എന്ത് ചെയ്യും? വചനത്തെ വെളിപ്പെടുത്തും. ഇടയ ശുശ്രൂഷകളിലൂടെ ദൈവത്തിന്റെ വചനത്തെ സഭയിൽ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ഉപദേശ രൂപത്തിലൂടെ ദൈവത്തിന്റെ വചനത്തെ ദൈവസഭയിൽ വെളിപ്പെടുത്തുമ്പോൾ ആ വചനത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതം നാശകരമായ കുഴിയായ നിത്യ നരകത്തിൽ നിന്ന് ആ വ്യക്തി വിടുതൽ പ്രാപിക്കുക. 2ാമത് ആ വ്യക്തിയെ അവർ അകപ്പെട്ടിരിക്കുന്ന കുഴികളിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് കയറി വരാൻ അനുവദിക്കാത്ത പല കുഴികളും കെണികളും ആരൊരുക്കി വെച്ചിട്ടുണ്ട്? പിശാച്. ആ കുഴികളിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കാൻ ആ വ്യക്തിക്ക് എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. അപ്പൊ വചനം അയച്ച് ദൈവം അവരെ പിശാച് കുടുക്കി വെച്ചിരിക്കുന്ന കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ച് ദൈവസന്നിധിയിലേക്ക് അവരെ ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും. നമ്മളെ വെട്ടിയെടുത്ത കുഴികളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിന്റെ വചനം നമ്മെ എത്ര അധികമായി നമ്മെ വിടുവിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. കർത്താവ് നമ്മെ വചനമയച്ച് നമ്മളെ പല കുഴികളിൽ നിന്നും കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. വചനമയച്ച്. സൗഖ്യമില്ലാത്തവർ എവിടെ ആയിരിക്കും? ഈ വചനപ്രകാരം കുഴികളിലാണ്. പല കുഴികളിൽ എന്ത് ചെയ്യുന്നു? പലരും അകപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുക, വചനത്തെ മാനിക്കുക, വചനം കേൾക്കുവാൻ ജീവിതത്തെ എന്ത് ചെയ്യുക? ഏൽപ്പിച്ചു കൊടുക്കുക. ആ വചനം പിശാച് നിന്റെ ജീവിതത്തെ ഒരുക്കി വെച്ചിരുന്ന പല കുഴികളിൽ നിന്നും നിന്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. സദൃശ്യവാക്യങ്ങൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരും. 20, 21, 22 വാക്യം. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. അവിടെ വചനത്തിന് ശ്രദ്ധ കൊടുക്കുന്ന കാര്യമാണ്. എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കാം. ചെവി കർത്താവിലേക്ക് എന്ത് ചെയ്യാം? അകത്തെ ചെവി ദൈവശബ്ദം കേൾക്കേണ്ടുന്നതിന് എന്ത് ചെയ്യണം? ചായ്ക്കാം. ഒരാൾ മറ്റൊരാളോട് ശബ്ദമുയർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ചെവി ചായ്ക്കേണ്ട ആവശ്യം ഇല്ല. ശബ്ദം കുറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങളുടെ കോലാഹലങ്ങൾ കൊണ്ട് ഒരാൾ സംസാരിക്കുന്ന ശബ്ദം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവൻ സംസാരിക്കുന്നവന്റെ അധരത്തോട് അവന്റെ ചെവി എന്ത് ചെയ്യുന്നു? ചേർത്ത് കൊടുക്കുന്നു. ഈ ലോകം ദൈവശബ്ദം കേൾക്കാൻ അനുവദിക്കാത്ത ഒരുപാട് കോലാഹലങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ നീ ജീവിക്കുമ്പോൾ പൈശാചികന്റേതായിട്ടുള്ള പലവിധമായ ശബ്ദങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ അനുവദിക്കാത്ത ചില വിഷയങ്ങളിലൂടെ മനുഷ്യ ജീവിതങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവശബ്ദം നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാവിന്റെ ചെവി കർത്താവിന്റെ വായോടെന്ത് ചെയ്യണം? അധരത്തോടെന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. അതാണ് ചായ്ക്കുക എന്ന് പറയുന്നത്.
മനസ്സിലാകത്തക്ക രീതിയിൽ വേണമെങ്കിൽ പറയാം. ചില ആൾക്കാർ ചില കുശുമ്പും കുഞ്ഞാമ്പും ചിലരെ കുറിച്ചിട്ടുള്ള കുറ്റാരോപണങ്ങൾ പറയുമ്പോൾ വിളിച്ചു പറയത്തില്ല. അപ്പൊ കുശാന്ന് എന്ത് ചെയ്യും? പറയും. കുശാന്ന് പറയുമ്പം കേൾക്കുന്നവൻ എന്ത് ചെയ്യും? ചെവി അങ്ങോട്ട് ചായച്ചു വെച്ചു കൊടുക്കും. ഇപ്പൊ കാര്യം മനസ്സിലാക്കാം. അതിന് ചെവി ചായ്ക്കാൻ പലർക്കും അറിയാം. പക്ഷെ ദൈവശബ്ദം കേൾക്കേണ്ടുന്നതിന് ലോകത്തിന്റെ ശബ്ദങ്ങളിൽ നിന്നെല്ലാം വേർപെട്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കേണ്ടുന്നതിന് ആത്മാവിനെ ട്യൂൺ ചെയ്ത് ആ കർത്താവിന്റെ അധരത്തിന്റെ അടുക്കലേക്ക് ആത്മീയ ചെവികളെ നീ അണച്ച് ചായ്ച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അവന്റെ വായ്മൊഴികൾ കേൾക്കുവാൻ നിന്റെ ചെവികൾ ചായ്ക്കും. ഞാൻ അവങ്കിലേക്ക് എന്ത് ചെയ്തു? കാത്തിരുന്നപ്പോൾ അവനെങ്കിലേക്ക് എന്ത് ചെയ്തു? ചായ്ഞ്ഞിറങ്ങി വന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മിൽ ഉണർന്നു വരട്ടെ. കർത്താവിൽ കാത്തിരിക്കുമ്പോൾ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനുള്ള വാഞ്ചയുണ്ടാകുമ്പോൾ ആ ശബ്ദം നമ്മളുടെ ജീവിതം എന്ത് ചെയ്യും? കേൾക്കുവാനിടയായി തീരും. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ആത്മീയ കണ്ണിൽ നിന്ന് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവ എന്ത് ചെയ്യുക? സൂക്ഷിച്ചു വെക്കുക. 22-ാമത്തെ വാക്യം, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. ഇവിടെ പറയുന്ന കാര്യവും എന്താണ്? സൗഖ്യം. സർവ്വദേഹത്തിനും എന്നവിടെ എടുത്തു പറയുന്നത് എന്താണെന്ന് അറിയാമോ? സർവ്വദേഹവും എന്ന് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവിനെ അവൻ രക്ഷിക്കുന്നു. യാക്കോബിൽ നമ്മൾ വായിച്ചതാണ്. അവന്റെ ശരീരത്തെ കർത്താവിൽ നിന്ന് അവനായിരിക്കുന്ന രോഗാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് പാപക്ഷമ കൊടുക്കുന്നു. അവനെ സൗഖ്യമത്തോടുകൂടി എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിക്കുന്നു. അവന്റെ ബലഹീനത, പാപത്തിന്റെ ബലഹീനതയിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കുന്നു. പാപ ബലഹീനത നിമിത്തം, പാപരോഗത്താൽ ദേഹി പാപനിമിത്തം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണാവസ്ഥയിൽ നിന്ന് ആ വ്യക്തി ജീവിതത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഗ്ലോറി ടു ഗോഡ്. മൂന്നാമതിന്റെ ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്നും കർത്താവ് അവനെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുക? കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. സർവ്വദേഹത്തിനും സൗഖ്യം ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. ചെവി ചായ്ച്ചു കൊടുക്കണം. ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ദൈവികമായ സൗഖ്യം എന്ത് ചെയ്യും? ഉണ്ടാകും. കാര്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ല, ജലദോഷം മാറി, പനി മാറി എന്നുള്ളതുകൊണ്ട് ആത്മാവ് സൗഖ്യം എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. ജലദോഷവും പനിയും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലം എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. രോഗസൗഖ്യത്തിൽ അത് മാറി ഇത് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ എന്ത് ചെയ്യത്തില്ല? എത്തത്തില്ല. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആത്മരക്ഷ ഉണ്ടാകണം. പാപത്തിന്റെ ബലഹീനത മാറണം. അത് നിമിത്തമുള്ള പാപരോഗം സൗഖ്യം എന്ത് ചെയ്യണം? ഉണ്ടാകണം. തന്നിമിത്തം ആത്മീയമായി നിദ്ര പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിദ്ര പ്രാപിച്ചിരിക്കുന്നത് നിന്ന് ജീവനിലേക്ക് എന്ത് ചെയ്യണം? ആ വ്യക്തി മടങ്ങി വരണം. അല്ലാത്ത പക്ഷം രണ്ടാം മരണത്തിൽ ആ വ്യക്തി പോകും. അതാണ് ഇതിന്റെ ഭീകരാവസ്ഥ. ഹല്ലേലൂയ. വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടിയ കാര്യമാണ്. കാരണം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല. അവിടെയാണ് നമ്മൾ രക്ഷിതാവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ മുഖ്യമായി കാണേണ്ടുന്നതും അവന്റെ പാദപീഠത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടേണ്ടുന്നതിന്റെ ആവശ്യകതയും അവന്റെ തിരുവായ് മൊഴിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആത്മരക്ഷ നമ്മൾ പ്രാപിക്കേണ്ടുന്നതിന്റെ ആവശ്യകത ഇരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്ത പക്ഷം ദൈവത്തിന് പിന്നീടൊരു പദ്ധതി ഇല്ല. കേവലം ശരീരത്തിലെ രോഗസൗഖ്യം മാത്രം എന്നുള്ളത് ലക്ഷ്യം വയ്ക്കാതെ അതിനപ്പുറത്തേക്ക് 5 ഇന്ദ്രിയങ്ങളിലെ സൗഖ്യം, ദേഹിയിലെ സൗഖ്യം, മനസ്സിലെ വിചാരങ്ങളിലെ, വികാരങ്ങളിലെ, ഇച്ഛാശക്തിയിലെ സൗഖ്യം, ആത്മമണ്ഡലത്തിലെ സൗഖ്യം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മമണ്ഡലത്തിൽ 6000 ദുരാത്മാക്കൾ അവനെ ബാധിച്ചിരുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ 6000 ഭൂതങ്ങൾക്ക് വസിക്കുവാൻ കഴിയും. ഭയപ്പെടുക. കർത്താവ് അവനെ എന്ത് ചെയ്തു? ആ ലഗ്യോന്റെ സ്പിരിറ്റിൽ നിന്ന് അവനെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സുബോധമുള്ളവനായി, അവൻ വസ്ത്രം ധരിച്ചവനായി, അവൻ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു.
കർത്താവിന്റെ പാദപീഠത്തിൽ ജനത്തിന് ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ 6000 ഭൂതങ്ങളിൽ ഏതൊക്കെയോ അവനെ എന്ത് ചെയ്യുന്നു? ചുറ്റി വലച്ചു കൊണ്ട് നടക്കുകയാണ്. അതിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കുമ്പോൾ അവൻ സുബോധമുള്ളവനായി, അവൻ നീതിവസ്ത്രം ധരിച്ചവനായി യേശുവിന്റെ പാദപീഠത്തിൽ അവന്റെ വായ്മൊഴി കേൾക്കുവാൻ അവനവിടെ കാണും. Glory to God. രോഗസൗഖ്യം ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുണ്ട്. Glory to God. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തു. ഇവിടെ വായിക്കുന്നത് 3 കാര്യങ്ങളാണ്. വ്യാധികൾ, രണ്ടാമത് പറഞ്ഞ കാര്യം ദണ്ഡങ്ങൾ, മൂന്നാമത് പറഞ്ഞ കാര്യം ദുരാത്മാക്കൾ. പ്രിയമുള്ളവര്, ഒരു വ്യക്തി ജീവിതത്തെ താറുമാറാക്കുവാൻ തക്കവണ്ണം പിശാച് ഒരുക്കുന്ന കെണിയാണ്. 3 മേഖലകളെ പറയുന്നു. വ്യാധികൾ, അത് ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. ദണ്ഡങ്ങൾ, ദേഹിയിൽ ഉണ്ടാകുന്ന കാര്യം. ദുരാത്മാക്കൾ, ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്ന കാര്യം. ഒരു വ്യക്തിക്ക് ഈ 3 മേഖലയിലെ സൗഖ്യം വേണ്ടയോ? നിങ്ങൾ ദീനമായി കിടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവന്റെ ആത്മാവിനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുരാത്മാക്കളിൽ നിന്ന് ആ വ്യക്തിയുടെ ആത്മാവിനെ ദൈവം എന്ത് ചെയ്യും? രക്ഷിക്കും. രണ്ടാമത്, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നത് അവനിൽ സംഭവിച്ചിരിക്കുന്ന വ്യാധിയെ കർത്താവ് എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കി അവനെ എഴുന്നേൽപ്പിക്കും. മൂന്നാമത്തെ കാര്യം, അവനെ ദണ്ഡിപ്പിക്കുക. എന്താണ് ദണ്ഡിപ്പിക്കുന്നത്? പിശാച് ദേഹത്തെ അല്ല, ദേഹിയെ ദണ്ഡിപ്പിക്കും, മനസ്സിനെ ദണ്ഡിപ്പിക്കും, വിചാരങ്ങളെ ദണ്ഡിപ്പിക്കും, വികാരങ്ങളെ പിശാച് ദണ്ഡിപ്പിക്കും, ഇച്ഛാശക്തിയിൽ പിശാച് ദണ്ഡനം കൊണ്ടിടും. ഇപ്പൊ രോഗസൗഖ്യത്തിൽ അക്ഷരികമായ ഒരു സൗഖ്യമല്ല ഇവിടെ പറയുന്നത്. 3 മേഖലയിൽ സൗഖ്യം ഉണ്ടാകണം. അവനാണ് സുബോധം പ്രാപിച്ച വ്യക്തി. അവനിൽ ദൈവം ദൈവത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ പകരും, വെളിപ്പാടിന്റെ ആത്മാവിനെ പകരും, ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരും, കൃപകളെ പകരും, കൃപാവരങ്ങളെ പകരും. ഇരുട്ടിനോട് പോരാടുവാനുള്ള ദൈവികമായ ശക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആത്മീയ അധികാരം അവർക്കുണ്ടാകും. ആ അധികാരത്തിൽ അവർ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളും ആഞ്ഞു പോരാടിയാലും ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് അവയ്ക്ക് മകളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുത്ത് മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ശരീരത്തിലെ ദീനം മാത്രം മാറിയാൽ മതിയോ? ആ ദേഹിയിലെ ദണ്ഡനം മാറണ്ടയോ? ഹല്ലേലൂയ. ഒത്തിരി ആൾക്കാർക്ക് എന്താണ്? ദേഹിയിൽ ദണ്ഡനമാണ്. മനസ്സിനിട്ട് പിശാച് എന്ത് ചെയ്യുന്നു? എന്നും ചതച്ചിടും. ഒരു വിഷയം ചിന്തയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അടുത്ത ചിന്ത എന്ത് ചെയ്യും? കൊണ്ടിടും. വിചാരങ്ങളിലും വികാരങ്ങളിലും ഇച്ഛാശക്തിയിലും ഒക്കെ പിശാച് എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ആ നാഴികയിൽ കർത്താവ് വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും. നേരത്തെ വായിച്ചതുപോലെ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന് എത്ര ദുരാത്മാവ് ഉണ്ടായിരുന്നു? 6000. അപ്പൊ ആത്മമണ്ഡലത്തിൽ ദൈവവുമായിട്ട് ഒരു മനുഷ്യൻ ബന്ധം പുലർത്താൻ അനുവദിക്കാതെ ഈ ആത്മമണ്ഡലത്തിൽ ദുരാത്മാക്കൾ എന്ത് ചെയ്യും? പോരാടും. അവന് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താൻ പിശാച് എന്ത് ചെയ്തില്ല? സമ്മതിക്കത്തില്ല. കർത്താവ് സൗഖ്യമാക്കുമ്പോൾ ഈ 3 മേഖലകളെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ വചനം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, ആ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനപ്രകാരം സൗഖ്യമാക്കുന്ന കർത്താവ് ഇന്നലെയും ഇന്നും എന്നുമെന്നും അവൻ അനന്യനാണ്. ഇന്നലകളിൽ അവൻ വ്യാധികളെ സൗഖ്യമാക്കിയെങ്കിൽ അവൻ അനന്യനായതുകൊണ്ട് ഇന്നും സൗഖ്യമാക്കും. ഇന്നലകളിൽ അവൻ ദണ്ഡനങ്ങളിൽ നിന്ന് ദേഹീതലത്തെ സൗഖ്യമാക്കിയെങ്കിൽ അവൻ ഇന്നും സൗഖ്യമാക്കും. ഇന്നലകളിൽ സകലവിധമായ ദുരാത്മാക്കളെ 6000 ഭൂതത്തെയും അവൻ പുറത്താക്കിയെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നുമെന്നും അനന്യനായതുകൊണ്ടും അവൻ ഇന്നലെയും ഇന്നും എന്നുമെന്നും ജീവിക്കുന്നവനായതുകൊണ്ട് യേശുവിന്റെ നാമത്തിങ്കൽ ഒരു വ്യക്തിക്ക് സകലവിധമായ പൈശാചിക പോരാട്ടത്തിൽ നിന്നും ജയമെടുക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും. ഇതാണ് നമുക്ക് ആവശ്യം. ഇതാണ് ദൈവസഭയ്ക്ക് ആവശ്യം. ഇതാണ് വിശ്വാസിക്ക് ആവശ്യം. അതുകൊണ്ടാണ് തെസ്സലോനിയർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിയർക്ക് 5-ാമത്തെ അധ്യായത്തിൽ
23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും, നേരത്തെ നമ്മൾ ചിന്തിച്ചതിൽ ആത്മാവിൽ ദുരാത്മാക്കളിൽ നിന്ന് ജനം എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിക്കണം. ഇവിടെ വായിച്ചതും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണൻ എന്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം? ദണ്ഡനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നിങ്ങളുടെ ദേഹത്തിൽ വ്യാധികളിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിക്കണം. ഫിസിക്കലി ഉള്ള വ്യാധികളുണ്ട്. ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളിൽ വ്യാപരിക്കുന്ന വ്യാധികളുണ്ട്. പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണും ദൈവവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉടമ്പടി ചെയ്തിട്ടുണ്ട്. 5 ഇന്ദ്രിയങ്ങൾ, കണ്ണും മൂക്കും ചെവിയും വായും ത്വക്കും എന്നിത്യാദി മനുഷ്യനെ കൊടുത്തിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണം. അതിൽ വ്യാപരിക്കുന്ന വ്യാധികൾ എന്ത് ചെയ്യും? ഉണ്ട്. കാരണം ആ വ്യാധി ഉണ്ടെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളായിരിക്കും 5 ഇന്ദ്രിയങ്ങളിൽ വ്യാധി ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത്. ആ വ്യാധി സൗഖ്യമായാലോ ആത്മാവിന്റെ ഫലം വെളിപ്പെടും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, സ്വയനിയന്ത്രണം. അത് ലഭിച്ചവൻ 5 ഇന്ദ്രിയങ്ങളിലെ വ്യാധി സൗഖ്യമായവനാണ്. രോഗസൗഖ്യം ഫിസിക്കലി ലഭിച്ചവന് 5 ഇന്ദ്രിയങ്ങളിൽ സൗഖ്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇവിടെ നമ്മൾ തെസ്സലോനിയർക്ക് ലേഖനം എഴുതുമ്പോൾ വായിച്ചെന്നാണ്, നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അശേഷം അനിന്യമാമണ്ണം കർത്താവിന്റെ വരവിൽ, ആ മഹത്വ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടണം. ആ അനന്യമായി വെളിപ്പെടണമെങ്കിൽ വ്യാധികൾ സൗഖ്യമാകണം. അക്ഷരികമായും 5 ഇന്ദ്രിയങ്ങളിലെ, ശരീരത്തിലെയും 5 ഇന്ദ്രിയങ്ങളിലെ ദണ്ഡനങ്ങൾ ദേഹിയിൽ എന്ത് ചെയ്യണം? സൗഖ്യമുണ്ടാകണം. അവൻ എൻ്റെ പ്രാണനെ സൗഖ്യമാക്കുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദാവീദ് പറഞ്ഞു, സ്വസ്ഥതയുണ്ടാക്കുന്നു. സൗഖ്യത്തിന്റെ അനുഭവം. ആ ഗിലെയാദിലെ നല്ല വൈദ്യൻ രോഗസൗഖ്യത്തിന്റെ ആ അഭിഷേകത്തെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പകരുമ്പോൾ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും സൗഖ്യമുണ്ടാകുന്നു. ദൈവിക രോഗസൗഖ്യം ദൈവവചനത്തിലൂടെ ദൈവമക്കൾക്ക് പ്രാപിക്കാൻ കഴിയണം. സഭയിൽ ആയിരിക്കുന്ന വിശ്വാസികൾക്ക് ആരാധിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും വചനം ധ്യാനിച്ചും കൊണ്ട് നമ്മൾ അപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടതുപോലുള്ള സൗഖ്യം ഒരു വ്യക്തി ജീവിതത്തിലെ ശരീരത്തിലും സോളിലും സ്പിരിറ്റിലും ഉണ്ടാകുമ്പോൾ, അങ്ങനെ സൗഖ്യം പ്രാപിച്ച വ്യക്തി ജീവിതത്തെ വചനത്തിൽ കാണുന്നു. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ ഈ സൗഖ്യം പ്രാപിച്ചവർ അനന്യമായി അവർ കർത്താവിന്റെ വരവിൽ വെളിപ്പെടും. ഈ സൗഖ്യമുള്ളവർ തേജസ്കരിക്കപ്പെടും. ഈ സൗഖ്യമുള്ളവർ ക്രിസ്തുവിൽ മരണപ്പെട്ടാലും അവർ പുനരുദ്ധാനം പ്രാപിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 കാര്യമാണ്. കർത്താവിന്റെ വരവ് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ആ വരവിൽ സംഭവിക്കുന്ന 2 കാര്യം: ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും, പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ തേജസ്കരണം പ്രാപിക്കും. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ വരവിൽ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടണം. അല്ലാത്ത പക്ഷം നാം നിത്യ നരകത്തിൽ മാറ്റപ്പെടും. കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലോ അവന്റെ വരവിൽ മർത്യ ശരീരം എന്ത് ചെയ്യണം? പുനരുദ്ധാനം പ്രാപിക്കണം. അല്ലാത്ത പക്ഷവും നമ്മൾ നിത്യ നരകത്തിൽ മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കർത്താവിന്റെ വരവാണ്. കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്: തേജസ്കരണവും പുനരുത്ഥാനവും. ഒരു ദൈവസഭ, മണവാട്ടി സഭ ഫോക്കസ് ചെയ്യേണ്ട കാര്യം അതാണ്. അത് നമ്മൾ പ്രാപിക്കേണ്ടുന്നതിനുള്ള രോഗസൗഖ്യം നമ്മൾ നേരത്തെ കേട്ടതുപോലുള്ള വചനത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടത്തില്ല. കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും. നിത്യമായി നമ്മൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. അവിടെ ദൈവസന്നിധിയിൽ നമ്മൾ നിത്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.